അധ്യായം 8. വീട്ടിലെത്തിയ മരുമകളുടെ തെറ്റിയ വഴികൾ. മുത്തശ്ശിയുടെ വീട്ടിൽ ഇന്നൊരു ഉത്സവം പോലെയായിരുന്നു. വരാന്ത മുഴുവൻ പൂക്കളാലും വെളിച്ചത്താലും നിറഞ്ഞിരിക്കുന്നു. അമ്മയുടെ മുഖത്ത് അത്രകാലത്തിനു ശേഷം വീണ്ടും ഒരു ചിരി. രണ്ടാമത്തെ മകൻ രാജുവിന്റെ വിവാഹം. വീടിനകത്ത് പുതിയ ജീവിതത്തിന്റെ സന്തോഷം പടർന്ന ദിവസം. പാടത്തിന് അപ്പുറത്ത് വൻ പന്തലും ഒരുക്കിയിട്ടുണ്ട്. അപ്പന്റെ പഴയ കൂട്ടുകാരെല്ലാം എത്തി. മാസ്റ്ററുടെ മകൻ വിവാഹിതനാകുന്നു എന്നൊരു അഭിമാന ആവേശമാണ് എല്ലായിടത്തും. കാറിന്റെ ശബ്ദം അകലെ കേട്ടപ്പോൾ എല്ലാവരും വാതിലിനരികിലേക്ക് പാഞ്ഞെത്തി. പൂക്കളാൽ അലങ്കരിച്ച കാർ വാതിലിന്തികെ നിൽക്കുന്നു. അവിടെ നിന്നിറങ്ങുന്നത് അനു. വെളുത്ത സാരിയണിഞ്ഞ്, നിശബ്ദമായ മുഖം, കണ്ണുകളിൽ ചെറുഭയം, പക്ഷേ ആത്മവിശ്വാസത്തിന്റെ ഒരു കിരണം. അവൾ വീട്ടിനകത്തേക്ക് കാൽവെച്ച നിമിഷം മുറികളിൽ മങ്ങിപ്പോയ വെളിച്ചം അല്പം തെളിഞ്ഞതുപോലെ തോന്നി. അമ്മ പുഞ്ചിരിച്ചു പറഞ്ഞു, പൊന്നുമോളെ, ഈ വീടിന്റെ ഭാഗമാവുക. അനു തലകുനിച്ചു. അവളുടെ കാൽമുണിയിൽ പൂവിതറിയപ്പോൾ ഒരു നിശ്ചലത പടർന്നു. പിന്നീട് ചെറിയ സത്യയും ചിരിയുമായി ദിവസങ്ങൾ കടന്നു. പക്ഷേ ചിലർക്ക് ആ ചിരി അല്പം വ്യത്യസ്തമായി തോന്നി. മൂത്ത സഹോദരൻ രവിയുടെ ഭാര്യ ഷീല അനുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവളുടെ വാക്കുകൾ, വേഷം, സംസാരഭാവം. അവൾ നഗരത്തിൽ വളർന്നവളല്ലേ, നമ്മളെ പോലെ അല്ല. ഷീല തന്റെ മനസ്സിൽ ചിന്തിച്ചു. അവളുടെ ചിരിയിൽ നിന്നും അനുവിന് ചിലപ്പോഴൊക്കെ ഒരു അകലം തോന്നി. അനു വീട്ടിൽ ചേർന്നു പോകാൻ ശ്രമിച്ചു. പാചകം, വീട്ടുപണി എല്ലാം സംസാരിച്ചു തുടങ്ങി. ഒരു വൈകുന്നേരം അനു അടുക്കളയിൽ അമ്മയോടൊപ്പം പാചകം ചെയ്യുമ്പോൾ ഷീല അകത്ത് വന്നു പറഞ്ഞു, അമ്മേ, നമുക്ക് ഈ കറി എങ്ങനെ കഴിക്കും? കുറച്ച് മസാല കൂടുതലല്ലേ? അമ്മ ചിരിച്ചു ഷീല പറഞ്ഞത് തള്ളി പറഞ്ഞു. പക്ഷേ അനുവിന്റെ മനസ്സ് വിഷമിച്ചു. ഷീല കിച്ചണിൽ നിന്ന് പുറത്തു പോയപ്പോൾ അമ്മ അനുവിനെ വിളിച്ചു. മോളെ, ആരെന്ത് പറഞ്ഞാലും നീ മനസ്സിൽ വേദന വയ്ക്കരുത്. പുതിയ വീട്ടിലെല്ലാം പഠിക്കേണ്ടതുണ്ടാകും. അനു തലകുനിച്ചു. പക്ഷേ ആ വാക്കുകൾക്കുള്ളിൽ അവൾക്ക് തോന്നി, എന്നെ ഇപ്പോഴും പുതിയത് എന്ന് കാണുന്നവർ ഇവിടെയുണ്ട്. രാവുകൾ കടന്നുപോയി. അനു ജനാലക്കിലിരുന്ന് മിന്നലും മഴയും നോക്കിക്കൊണ്ടിരുന്നു. രാജു ഒപ്പം വന്നു പറഞ്ഞു, ഇങ്ങനെ വിഷമിക്കേണ്ട, അല്പം സമയമെടുക്കും. എല്ലാവരും ഒത്തുപോകുവാൻ. അവൾ മന്ദമായി പറഞ്ഞു, സമയം കൊടുക്കാം, പക്ഷേ ഈ വീടിനുള്ളിൽ എവിടെയെങ്കിലും എന്റെ സ്ഥലമുണ്ടോ? രാജുവിന്റെ മുഖം നിശബ്ദമായി. അവന്റെ മനസ്സിൽ ആദ്യമായി ഒരു സംശയം കടന്നു. വിവാഹം സന്തോഷം കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം ചില ചിരികൾ എങ്ങനെ മങ്ങിപ്പോകുന്നു? പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. വീട്ടിന്റെ മേൽക്കൂരയിൽ മഞ്ഞുതുള്ളികൾ വീഴുന്ന ശബ്ദം. ഒരു വീട്ടിലേക്കുള്ള പുതിയ തുടക്കത്തിനൊപ്പം അവ്യക്തമായ പൊട്ടലുകളുടെ ആദ്യ ശബ്ദവും അതിലുണ്ടായിരുന്നു. വിവാഹത്തിനു ശേഷം 2 ആഴ്ച കഴിഞ്ഞു. വീട്ടിലെ ശബ്ദങ്ങൾ മന്ദമാകുകയായിരുന്നു. സത്യയുടെ ഉല്ലാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പതുക്കെ നിശബ്ദത പടർന്നു. അനു ആ നിശബ്ദതയിൽ ഒറ്റപ്പെട്ടു പോകുന്നവളായിരുന്നു. വീട്ടിലെ ചുമരുകൾ പോലും അവളെ നോക്കി നിരീക്ഷിക്കുന്നത് പോലെയായിരുന്നു. അവൾ എങ്ങനെ പെരുമാറും, എങ്ങനെ സംസാരിക്കും, എന്താണ് അവളുടെ രീതികൾ എന്നതെല്ലാം അവളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അമ്മ പഴയ രീതിയിലായിരുന്നു. നേരം കൃത്യമായി, ചായ, ദൈവാരാധന, പാചകം. ഷീല അടുക്കളയുടെ പ്രധാന കമാൻഡറായിരുന്നു. അവളാണ് ഏത് കറിയിൽ എത്ര ഉപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നത്. അവളുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. പക്ഷേ അനു വന്നതോടെ ആ അനുപാതം അല്പം മാറി. അനു നിസ്സാരമായി പറഞ്ഞ ഒരൊറ്റ വാക്കുപോലും ഷീലയുടെ മനസ്സിൽ ചൂടുള്ള കത്തി പോലെ കുത്തിക്കയറും. ഇതൊന്ന് കുറച്ച് ഉപ്പാണ് തോന്നുന്നത് ചേട്ടത്തി, അല്ലേ? നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് തന്നെ ഒരു തണുത്ത മറുപടി. അനു മിണ്ടാതെ മാറി നിന്നു. അവൾ പഠിച്ചു, ഇവിടെ വാക്കുകൾ അധികം പറയരുത്. വീട്ടിലെ മതിലുകൾക്കും ചെവിയുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ അത് മറ്റൊരു മുറിയിൽ മറ്റൊരർത്ഥത്തിൽ കേൾക്കും. രാവുകൾ കൂടുതൽ നീളുകയായിരുന്നു. രാജു വൈകി വരും, ഓഫീസിലെ തിരക്ക് കാരണമെന്ന് പറഞ്ഞ്. പക്ഷേ അനുവിന് തോന്നും, ആ തിരക്ക് വീട്ടിലെ ചൂട് കുറക്കാനുള്ള ശ്രമം പോലെയെന്ന്. അവൾ ചിലപ്പോഴെങ്കിലും അമ്മയോടൊപ്പം ഇരിക്കും. അമ്മ അനുസ്മരിക്കും പഴയകാലം, കുട്ടിക്കാലം, രാജുവിന്റെ മിടുക്കൻ സ്വഭാവം. അവളുടെ കണ്ണുകളിൽ കാണാം, പുതിയ മരുമകളെ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിലും എങ്ങോ മങ്ങലുണ്ട്. മോളെ, നിനക്കിതുവരെ ഈ വീട് പറ്റിയെന്ന് തോന്നിയോ? അതെ അമ്മേ, പതുക്കെ പഠിച്ചു പോകുന്നു, അവൾ മറുപടി പറഞ്ഞു. പക്ഷേ ഉള്ളിൽ തോന്നിയത്, ഇവിടെല്ലായിടത്തും ഞാനിപ്പോഴും അതിഥിയാണ്. ഷീലയുടെ കുഞ്ഞു റിയ അവളാണ് വീട്ടിലെ കൊച്ചു രാജ്ഞി. അവളോട് അനു സ്നേഹത്തോടെ പെരുമാറും, കഥ പറയുകയും ചിരിക്കുകയും ചെയ്യും. പക്ഷേ ഷീലക്ക് തോന്നും, അവൾ എന്റെ കുട്ടിയെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. ആ സംശയം അവളുടെ മനസ്സിൽ പടർന്നു വളരുന്നു. ഒരു ദിവസം രാവിലെ ഷീലയും അനുവും കൂട്ടായ പാചകത്തിൽ. അവളുടെ കൈവശം ചായയുണ്ടാക്കുമ്പോൾ ഷീല പറഞ്ഞു, നീ പഞ്ചസാര കുറച്ചിടാറുണ്ടല്ലോ. രാജുവിന് അധികം മധുരം ഇഷ്ടമാണ്. അനു പുഞ്ചിരിച്ചു. പക്ഷേ അവളുടെ കൈ അല്പം വിറച്ചു. അവൾക്കറിയാം, ആ വാക്കിന് പിന്നിൽ വെറും ചായയല്ല, മറ്റൊരു അർത്ഥമുണ്ട്. അവൾ മനസ്സിൽ ചോദിച്ചു, ഇത്ര സ്നേഹം കാണിക്കുന്ന ഈ വീട്ടിൽ എവിടെ നിന്നാണ് ഈ ചെറിയ മുറിവുകൾ ജനിക്കുന്നത്? രാത്രിയിൽ രാജു മുറിയിലേക്ക് വന്നു. അവൾ പറഞ്ഞു, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും, ഈ വീട്ടിൽ ഞാൻ ആർക്കും ആവശ്യമില്ലെന്ന്. അതെന്താ നീ പറയുന്നത് അനു? ആർക്കും കുറ്റമില്ല, പക്ഷെ എല്ലായിടത്തും അല്പം ദൂരം തോന്നുന്നു.
എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ? രാജു അവളുടെ കൈ പിടിച്ചു. ഇല്ല അനു, വീട്ടിൽ ചിലത് അല്പം സമയമെടുക്കും. നമുക്കെല്ലാം ശരിയാക്കാം. പുറത്ത് കാറ്റ് വീശുന്നു. മഴവില്ലിന്റെ പിന്നിൽ ചിതറിപ്പോകുന്ന മേഘങ്ങളെപ്പോലെ അവരുടെ ജീവിതത്തിൽ അല്പം അന്യമായ നിറങ്ങൾ പടരുന്നു. വീട്ടിലെ ചിരികൾ ഇപ്പോഴുമുണ്ട്, പക്ഷെ അവയെല്ലാം അനു കേൾക്കുമ്പോൾ അതിൽ അവൾക്കുള്ള ഭാഗം അപ്രത്യക്ഷമാകുന്നതുപോലെ തോന്നുന്നു. മുറിയുടെ ജനാലയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ മന്ദമായി പറഞ്ഞു, ഇവിടെ എല്ലാരും അടുത്തവരാണ്, പക്ഷേ എനിക്കെല്ലാം അന്യമായിരിക്കുന്നു. അനു ഭർത്താവിനോട് പറഞ്ഞു. കാലം കടന്നു. വേനൽക്കാറ്റും മഴയും മാറിയെങ്കിലും വീട്ടിലെ അന്തരീക്ഷത്തിൽ സുസ്ഥിരതയില്ല. അനു ഓരോ ദിവസവും പതുക്കെ വീട്ടിനൊപ്പം ചേർന്നു പോകാൻ ശ്രമിക്കുന്നു, പക്ഷേ ചില മനോഭാവങ്ങൾ തിരിച്ചറിയാൻ പാടുണ്ട്. രാവിലെ ചായ കുടിക്കാൻ ഇരുന്നപ്പോൾ ഷീല വീണ്ടും ചെറിയ ശത്രുതകൾ പറഞ്ഞു വന്നു. നീ പാചകത്തിൽ കുറച്ച് ശ്രയിക്കാതെ പോയിരിക്കുന്നു. രാജുവിന് ഇങ്ങനെ ഇഷ്ടമല്ല. അനുവിനെ പൂർണ്ണമായും അംഗീകരിക്കാത്ത തനിക്ക് അന്യമായ അവസ്ഥ, അത് അവളുടെ ചിന്തകളെ ഭ്രമിപ്പിച്ചു. രാജു ജോലി കഴിഞ്ഞു എത്തുമ്പോൾ അനു ജനാലക്കിൽ നിന്ന് പുറത്തു നോക്കി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നോ ഒന്നും ആർക്കും വിളിയില്ല. രാജു നീളം നീട്ടി അവളുടെ കയ്യിൽ തൊട്ട് പറഞ്ഞു, അനു, എല്ലാം കാണുന്നു ഞാൻ. ചിലത് സമയം കൊണ്ടാണ് ശരിയാവുക. കുറച്ച് സഹിക്ക. അവളുടെ കണ്ണുകളിൽ ചെറിയ ആശ്വാസം കടന്നു, പക്ഷെ അവളുടെ മനസ്സ് ഇപ്പോഴും ഭ്രമത്തിൽ. അവളെ നിരീക്ഷിക്കുന്ന കാഴ്ചകൾ, ചെറിയ വിമർശനങ്ങൾ, ഇന്നലെയും ഇന്നും എല്ലാം ചേർന്നപ്പോഴുള്ള ഒരു നീല നിറം അവളുടെ ഉള്ളിൽ നിശ്ചലമായി പടർന്നു. അവൾ സ്വയം ചോദിച്ചു, എന്റെ പൂർണ്ണമായ ഇടം എവിടെയാണ്? എന്ന് ഞാൻ പൂർണ്ണമായും എന്റെ സ്വന്തമായ ഒരിടത്താകാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അനു ഒരു സായാഹ്നത്തിൽ വീടിന്റെ പുറംതലയിലിരുന്നു. കാറ്റും മഴയും ലയിച്ച മേഘങ്ങളെപ്പോലെ അവളുടെ മനസ്സിലുമുണ്ട് ആലോചനകളും ആശങ്കകളും. അവർക്ക് കാണാതെ അവൾ തനിച്ചിരിക്കുന്നു, പക്ഷെ ഈ തനിമയും അവളെ ശക്തിയോടെ നിൽക്കാൻ സഹായിക്കുന്നു. അപ്പോഴാണ് ഷീല അകത്തു വരുന്നത്. ഷീലയുടെ മുഖം കടുത്ത രീതിയിലുള്ള പുഞ്ചിരി കൊണ്ട് നിറഞ്ഞു. അനു, നിനക്ക് ഇക്കാര്യത്തിൽ സഹായം വേണോ? ഞാൻ നിനക്കൊപ്പം ചെയ്തേക്കാം. അവൾ കണ്ണുകളിലൊരു അത്ഭുതം കൊണ്ടു നോക്കി. ഷീലയുടെ ഈ സമീപനം മുൻപ് ഉണ്ടാകാത്ത വിധത്തിൽ അനു ഹൃദയത്തിലേക്ക് കടന്നു. അവൾ മനസ്സിലാക്കി, എല്ലാവരും ചിലപ്പോൾ തെറ്റായി അറിയും, തെറ്റായി വ്യാഖ്യാനം ചെയ്യും, പക്ഷേ മനസ്സ് തുറന്നാൽ ചുറ്റുപാട് മാറും. അന്നേ ദിവസം അനു ആദ്യമായി മനസ്സിലാക്കി, എനിക്കിവിടെ എന്റെ സ്ഥലമുണ്ടല്ലോ. എങ്കിലും അതിനെ കണ്ടെത്താൻ ഞാനായി ശ്രമിക്കണം. രാജു മുറിയിലേക്ക് വന്നു. അനുവിന്റെ കൈ പിടിച്ചു പറഞ്ഞു, ഇനി നാം ഒപ്പം നടക്കും. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയില്ല, നാം തന്നെ മനസ്സിലാക്കുക. അവളുടെ ഹൃദയം നന്നായി ചൂടായി. പുറത്തേക്ക് നോക്കി. മഴലോകം ശാന്തമായ മഞ്ഞുതുള്ളികളായി നിലച്ചു. അവളുടെ ആന്തരിക അവസ്ഥയും ഒപ്പം ശാന്തി കണ്ടെത്തിയ പോലെ. കാലം കൂടാതെ വീട്ടിലെ അന്തരീക്ഷം മാറി. അനു ചെറുതായി വീട്ടിലെ വിഷയങ്ങളിൽ പങ്കെടുക്കുന്നു. ഷീലയും അവളെ അംഗീകരിച്ചു തുടങ്ങി. കുട്ടികളും അവളെ സ്നേഹിച്ചുകൊണ്ട് കളിക്കുന്നു. ആ ചെറിയ അന്യമായ ചിരികൾ ഇനി അനുവിനെ ഭീതിപ്പെടുത്തുന്നില്ല. അനു മനസ്സിലാക്കി, വീട്ടിലെ ഓരോ കണ്ണിലും ഓരോ വാക്കിലും ചിരിയിലും പൂർണ്ണമായും തന്റെ പങ്കു കാണിക്കുന്നതല്ല നല്ലത്. പക്ഷേ അവളുടെ മനസ്സിൽ സ്വയം ചേർക്കുന്ന പ്രതിഫലനങ്ങളാണ് മുഖ്യവസ്തു. ഒരു രാവിലെ അനു ചായയുമായി ഇരുന്ന് പറഞ്ഞു, എനിക്കിവിടെ എന്റെ സ്ഥാനം കണ്ടെത്തിയതാണ്. രാജു അവളുടെ കയ്യിൽ തൊട്ടി പറഞ്ഞു, അതെ അനു, ഇപ്പോൾ ഈ വീട്ടിലെ മുഴുവൻ ഭാഗവും നീ തന്നെയാണ്. പുറത്ത് ചുറ്റുമുള്ള വൃക്ഷങ്ങളും മഴയിലിറങ്ങി ശാന്തമായ നിറങ്ങളിലായിരുന്നു. വീട്ടിനുള്ളിൽ പടരുന്ന ചിരികളും സ്നേഹവും അവളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും കയറി. പുതിയ തുടക്കം. പഴയ ദുഃഖവും ഭ്രാന്തും മറന്ന് പുതുയാത്ര ഒരു ഉറപ്പായി. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.